എല്ലാവർക്കും പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് സ്വാഗതമേ. അന്നേരം ഇത് കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തക്കാളി ചെടി ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ. നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത്. മഴയൊക്കെ ഒന്ന് പെയ്തായിരുന്നു, എന്നിട്ട് നല്ല ഉഷാറായിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ കണ്ടോ 3-4 തക്കാളി തൈകളൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ അടുക്കള വേസ്റ്റ് പച്ചക്കറിയുടെ ഒക്കെ ഇട്ട കൂട്ടത്തിൽ തനിയെ കിളുത്ത് വന്നേ കണ്ടോ. ഇത് നമ്മൾ നിലത്ത് തന്നെ സഞ്ചിക്കകത്താ നിൽക്കുന്ന ഒരു തക്കാളി ചെടിയാണ്. നമ്മളിങ്ങനെ തട്ടയിലിങ്ങനെ വെച്ചിരിക്കുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് നിലത്തും ഗ്രോ ബാഗ് വെച്ചിരിക്കുന്നതാണ്. ഇതുകൊണ്ട് മുട്ടത്തോടും ഒക്കെ ഇട്ട് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തോട് നിൽക്കുന്ന കറ്റാർ വാഴപ്പോള കണ്ടോ, എണ്ണയൊക്കെ കാച്ചാൻ ഏറ്റവും നല്ലതാണ്. ഇത് ഞാൻ ഇപ്പം നട്ട് വളർത്തി വരുന്ന ഒരു കോവൽ ചെടിയാണ്. ഇത് കണ്ടോ, അത് നല്ല ആരോഗ്യത്തോടെ വരുന്ന വളമൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇനി ഇതിനൊരു പന്തലൊക്കെ വല വാങ്ങിച്ച് കെട്ടിക്കൊടുക്കണം, എന്നിട്ട് പടത്തണം കണ്ടോ. ഇപ്പം ഇങ്ങനെ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു ബഡ് വേരയിലോട്ട് കയറിപ്പോയിരിക്കുക ഇത്. പിന്നെ ഇത് വെന്നം സൂപ്പർ ഏർലി പ്ലാവ. ഒന്ന് ആരോഗ്യം പിടിച്ച് വരുന്നതേ ഉള്ളൂ, കാരണം കുഞ്ഞു തയ്യേ നമുക്ക് കിട്ടിയുള്ളൂ. ഞാൻ ചെന്നപ്പം എനിക്ക് കുഞ്ഞു തയ്യേ കിട്ടിയുള്ളേ, അതുകൊണ്ട് ഇത് തന്നെ നട്ടു. ഇതിപ്പോൾ ഒന്ന് ആരോഗ്യം വെച്ച് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ പുതിയതായിട്ട് ഞാൻ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ. ഇതൊക്കെ വെറൈറ്റി മുളകാണ്. ഇത് പച്ചമുളക്, ഇതൊരു നീലമുണ്ട് മുളക്, ഇതൊരു വെള്ള കൂട്ടുള്ള നമ്മുടെ ഈ കരണംപുട്ടി മുളകിൻ്റെ കൂട്ടുള്ള ഒരു സൈസ് മുളകാണ് കണ്ടോ. ഇത് നമ്മുടെ ആരോഗ്യമുള്ള കറിവേപ്പ് ചെടിയാണ് കണ്ടോ. നല്ല ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. നല്ല സൂപ്പറായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിനും ചാണകപ്പൊടിയൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് മണ്ണ് വെട്ടി മണ്ടക്കിട്ടിരിക്കുക കണ്ടോ. അങ്ങനെയുള്ള നമ്മുടെ മയിൽപ്പീരി ചീര, ചുമന്ന ചീരയുടെയും ഒക്കെ ചെറുതായിട്ട് കിളിച്ച് വരുന്നുണ്ട് കണ്ടോ. മയിൽപ്പീരി ചീരയാണ്. ഇത് കൂട്ടാൻ വെച്ചിട്ട് എനിക്ക് വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ നല്ല രസമാണ് കാണാൻ. ഇത് പിന്നെ വഴുതനയാണ് കണ്ടോ. വഴുതനയൊക്കെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത് കണ്ടോ. കുറച്ച് വഴുതനങ്ങയൊക്കെ ഞാൻ പറിച്ചു, ഇപ്പം വേറെ അടുത്തടുത്ത് ഉണ്ടായി വരുന്നുണ്ട്. നീല വഴുതനങ്ങ കണ്ടോ, നല്ല ആരോഗ്യത്തോടെ വരുന്നത് കണ്ടോ. ഇതിനും വളമൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളമൊക്കെ ഇതിനും ഞാൻ ഒഴിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് നല്ലതായിട്ട് ഇപ്പം നിൽപ്പുണ്ട് കണ്ടോ. നല്ല പൊട്ടിക്കിളിപ്പും നല്ലതായിട്ട് വഴുതനങ്ങയൊക്കെ പിടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പഴയ പച്ചമുളക് ചെടിയാണ്. ഇത് ഞാൻ വെട്ടിക്കൊടുത്ത് നിർത്തി വളമൊക്കെ ഇട്ടപ്പം ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ പൊട്ടിക്കിളിച്ചത് ഇഷ്ടംപോലെ മുളക് ഉണ്ടായി വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം നിന്ന് പഴുത്തു ഉണ്ട്. ഇതതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന വെള്ളച്ചീര. ഇതിൻ്റെ ചോട്ടിനും ഒരു പച്ചമുളക് ഞാൻ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ബഡ് മാവാണ്. ഇത്തതെ 2 കമ്പ് പൂത്തിട്ടുണ്ട് കണ്ടോ. മാങ്ങ പിടിച്ച് കിട്ടുമെന്ന് അറിയത്തില്ല, വേറെ ഒന്നും പൂത്തിട്ടില്ല. 2 കമ്പ് പിടിച്ച് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം എല്ലാവർക്കും ബൈ. ഇനി ഇതുകൊണ്ട് നല്ല നല്ല കൃഷി വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും.